പുണ്യമാസമായ റംസാൻ മാസത്തിൽ സാദിഖ് അലി അനസൂയാബായിയിൽ നിന്നും അകലുന്നു. റംസാൻ മാസത്തിൽ സാദിഖ് അലി വ്രതപുണ്യത്തിനായി അന്യബന്ധങ്ങളെ ഒഴിച്ചു നിർത്തുന്നു. സാദിഖ് അലിയെക്കുറിച്ച് അനസൂയാബായി ചിന്തിക്കുന്നു. ഒരു കുടുംബനാഥൻ്റെ, സാമൂഹ്യ പ്രവർത്തകൻ്റെ, ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ, നല്ലൊരു പിതാവിൻ്റെ, മുത്തശ്ശൻ്റെ എല്ലാം കടമ നിർവഹിക്കുന്ന സാദിഖ് അലി യഥാർത്ഥത്തിൽ തനിക്കു വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് അനസൂയ ചിന്തിക്കുന്നു. തൻ്റെ പ്രണയത്താലാണ് എല്ലാ തുറകളിലേക്കും തൻ്റെ ശക്തി പ്രസരിപ്പിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിതനാക്കുന്നത് എന്ന് അനസൂയ ചിന്തിക്കുന്നു. സാദിഖ് അലിയെ പരിപൂർണനായ ഒരു വ്യക്തിയായി നിലനിർത്താൻ താൻ തന്നെയല്ലേ കാരണമെന്നും അനസൂയ ഒരു വേള ചിന്തിക്കുന്നു. ശ്രാവണമാസം അവസാനിച്ചപ്പോൾ കാമേശ്വരി നവരാത്രി ആഘോഷത്തെപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ചു. ഇത്തവണ പാട്ടുപാടുവാൻ പാലക്കാട്ടുകാരി മാമിയൊന്നും പോരാ. നഗരത്തിലെ പ്രശസ്ത ഗായികമാരിൽ ഒരാൾ തന്നെ കീർത്തനം ചൊല്ലണം. ഇനി അങ്ങോട്ട് ജീവിതത്തിൻ്റെ ക്വാളിറ്റി നന്നാക്കണം. നാട്ടുകാരെല്ലാം തന്നെ അസൂയപ്പെടണം. സൂര്യനാരായണ ആ മുറിയിൽ കൂടി നടക്കുമ്പോൾ ആ ബഹളം അസഹ്യമായി തോന്നി അദ്ദേഹത്തിന്. പരമ്പരാഗതങ്ങളായ ഈ ചടങ്ങുകളിൽ നിന്ന് സ്ത്രീകൾക്ക് മോചനമില്ലെന്നും വിദ്യാസമ്പന്നരായ സ്ത്രീകളും ഈ വിധം കർമ്മങ്ങളിൽ വിലപ്പെട്ട ഊർജം നശിപ്പിക്കുമോ? കാമേശ്വരിയുമായുള്ള ജീവിതം പ്രാകൃതവും അസുഖകരവുമാണെന്ന ബോധം വർദ്ധിച്ചു. ഇതെത്ര കാലം? ഈ വിവാഹബന്ധം നിശ്ചയിച്ചുറപ്പിച്ച മാതാപിതാക്കൾ എന്നേ മരിച്ചുപോയി. തനിക്ക് അനുയോജ്യമല്ലാത്ത ഒരു ജീവിത പങ്കാളിയെ സമ്മാനിച്ച് ആ വിവാഹത്തിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റി ഒട്ടും ചിന്തിക്കാതെ അവർ രക്ഷപ്പെട്ടു. കാഞ്ചീപുരം പട്ടിൽ പൊതിഞ്ഞ ആ സ്ഥൂല ശരീരത്തെ താൻ എന്നേ വെറുത്തു തുടങ്ങി. സൂര്യനാരായണ റാവുവിൻ്റെ ചിന്തകൾ ഈ വഴിക്ക് നീങ്ങുകയാണ്. കാമേശ്വരി സൂര്യനാരായണ റാവുവിനോട് പ്രശസ്ത ഗായിക അനസൂയാബായിയെ ബൊമ്മക്കൊലുവിന് കീർത്തനം ചൊല്ലുവാൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. മ്ലേച്ഛമായ സ്ത്രീ എന്ന് നീ വിശേഷിപ്പിക്കുന്ന സ്ത്രീ നീ വിളിച്ചാൽ വരുമോ എന്ന് കുറച്ച് അരിശത്തോടെ സൂര്യനാരായണ റാവു ചോദിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി കാമേശ്വരി ചുറ്റുമുള്ളവരുടെ അസൂയയ്ക്കായി പ്രശസ്ത ഗായികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. കാമേശ്വരി അനസൂയയുടെ നെറ്റിമേൽ കുങ്കുമപ്പൊട്ട് തൊടുവിച്ചു. അവളുടെ കൈത്തലത്തിൽ ഒരു പട്ടുതുണിയും തേങ്ങയും മഞ്ഞളും വെറ്റലയും പാക്കും വെച്ചുകൊടുത്തു. നിത്യസുമംഗലീഭവ. അനസൂയയുടെ കഴുത്തിൽ ഒരു മംഗൾസൂത്ര കറുത്ത മണികൂർത്ത ചങ്ങലയിൽ തൂങ്ങിയിരുന്നു. കാമേശ്വരിയുടെ കണ്ണുകൾ വികസിച്ചു. അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുവാൻ അവർക്ക് ധൈര്യം വന്നില്ല. ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരു കുലസ്ത്രീയുടെ രൂപമാണ് അനസൂയയിൽ എല്ലാവരും ദർശിച്ചത്. തങ്ങൾ കേട്ട കിംവദന്തികൾ നുണക്കഥകളായിരുന്നുവോ? എല്ലാവരും സംശയിക്കുന്നു. മുസൽമാന്മാരും ഭാര്യമാർക്ക് മംഗൾസൂത്ര കെട്ടിക്കൊടുക്കുമോ? ആ ചോദ്യങ്ങൾ ഉച്ചരിക്കപ്പെട്ടില്ല. വില്യംസിൻ്റെ കൂടെ ഡ്രാമ കാണാൻ പോയ മോഹിനി റെഡ്ഡി വില്യംസിൻ്റെ മോശമായ പെരുമാറ്റത്തിൽ പ്രതിസന്ധിയിലാവുന്നു. എങ്ങനെയും റോസ് പെയിൻ്റടിച്ച തൻ്റെ റൂമിലേക്ക് തൻ്റെ ടെഡ്ഡിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ കൊതിച്ച് മോഹിനി റെഡ്ഡി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. സുരക്ഷിതയായി തൻ്റെ വീട്ടിൽ എത്തുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് മോഹിനി വിചാരിക്കുന്നു. ധൃതി പിടിച്ച വില്യംസിൻ്റെയും മോഹിനിയുടെയും തിരിച്ചുള്ള യാത്രയിൽ ഒരു ലോറി തട്ടിത്തെറിച്ച് ഒരു വിളക്ക് കാലിന്മേൽ തട്ടി കാർ ചിന്നിച്ചിതറുന്നു.